ഇത്തവണത്തെ BB മലയാളം കണ്ടസ്റ്റൻസിന്റെ ഏറ്റവും വലിയ ഉറപ്പ് എന്താണെന്നറിയാമോ? അവർ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഉറപ്പ് എന്ന് പറയുന്നത് ഏത് ടാസ്ക് കൊടുത്താലും അത് വെടിപ്പായിട്ട് അങ്ങ് അല്ലം ബാക്കി കളയും. ഒരു ടാസ്ക് പോലും മര്യാദയ്ക്ക് കളിക്കില്ല. എല്ലാതും കൂടെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി കളയും. ഇത്തവണത്തെ BB ബോട്ടിൽ ഫാക്ടറി ടാസ്കും നല്ല അന്തസ്സായിട്ട് കുളമാക്കിയിരിക്കുകയാണ്. ഇന്നലെയും കുളമായിരുന്നു, ഇന്നും കുളമായിരുന്നു. അപ്പൊ നമുക്ക് മൊത്തത്തെ എല്ലാവരെ കുറിച്ച് ഒന്ന് അനലൈസ് ചെയ്യാം. ആദ്യം നമുക്ക് അനീഷേട്ടനിൽ നിന്ന് തന്നെ തുടങ്ങാം. അതായത് അനീഷേട്ടൻ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇന്നലത്തെ പ്രകടനം എന്ന് പറയുന്നത് ഓക്കെ ആയിരുന്നു. ഓക്കെ, നല്ല അടിപൊളിയായിരുന്നു. ഇന്നലെ വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ട് ആ ടാസ്ക് ചെയ്ത ഒരാളാണ് അനീഷേട്ടൻ എന്ന് പറയുന്നത്. കാര്യം അനീഷേട്ടൻ ഇന്നലെ സഹിക്കാവുന്നതിന്റെ അങ്ങേയറ്റം സഹിച്ചിരുന്നു. ഇവര് അത്ര അലമ്പാക്കി, എന്താ പറയാ, ക്വാളിറ്റി ചെക്കേഴ്സ് പലതും റിജക്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും ഒക്കെ പ്ലീസ് ഇതൊന്നും എടുക്കാമോ, ഞങ്ങളുടെ വർക്കേഴ്സിന്റെ പ്രശ്നങ്ങൾ, അയാളുടെ സാലറി കൊടുക്കേണ്ട വിഷയങ്ങൾ, അങ്ങനെ കുറെ പ്രശ്നങ്ങളാണ് അദ്ദേഹം അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. വളരെ പൊളൈറ്റ് ആയിട്ടാണ് മൊത്തത്തില് ടാസ്കിൽ ആദ്യം തൊട്ടേ നിന്നിരുന്നത്. ഏറ്റവും ലാസ്റ്റ് ആണ് ഇവ ഈ അനീഷന്റെ ടീമിന് 4 ബോട്ടിലും മറ്റേ നെവിന്റെ ടീമിന് 5 ബോട്ടിലും അപ്രൂവ് ചെയ്യാമെന്ന് ജിഷിൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അനീഷേട്ടൻ അത് എവിടത്തെ പരിപാടിയാണെന്ന് ചോദിച്ച് അവിടെ ഷൗട്ട് ചെയ്യാൻ തുടങ്ങിയതും അവിടെ ഇരുന്ന ഓറഞ്ച് ബോട്ടിൽസ് ഫുൾ എടുത്ത് വലിച്ചെറിഞ്ഞത് നമ്മൾ കാണുകയും ചെയ്തു. അത് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ആക്ട് തന്നെയായിരുന്നു. കാരണം അത് എറിഞ്ഞു കളഞ്ഞില്ലായിരുന്നെങ്കിൽ ലാസ്റ്റ് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് എന്ത് ബോട്ടിൽസ് എന്തിയെന്ന് ചോദിച്ചപ്പോൾ ആ ബോട്ടിൽസ് അവരവിടെ കൊണ്ടുവെക്കുകയും ചെയ്യും, അവർക്ക് കോയിൻസ് കിട്ടുകയും ചെയ്യും. അപ്പൊ ആരായി അനീഷേട്ടനൊക്കെ മണ്ടന്മാരാവത്തില്ലേ? അനീഷേട്ടന് ബോട്ടിൽസ് കൊടുത്ത ആൾക്കാരും ഏജന്റുമാരും മണ്ടന്മാരാകും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ബോട്ടിൽസ് എല്ലാം നശിപ്പിച്ച് കളഞ്ഞത് വളരെ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മാത്രമല്ല അവിടെ അത്രയും ചെയ്യണം, കാരണം അത്രമാത്രം എഫോർട്ട് എടുത്തിട്ടുണ്ട്, അത്രയും പൊളൈറ്റ് ആയിട്ട് നിന്നിട്ടുണ്ട്. നെവിനൊക്കെ എന്താ ചെയ്തത്? മറ്റേ ഫാക്ടറിയുടെ ഓണറാന്നുള്ള ബോധം പോലും ഇല്ലാതെ അപ്പുറത്തുകൂടെ പോയിട്ട് ലെമൺ ജ്യൂസ് ഒക്കെ ആദ്യമേ ലെമൺ ജ്യൂസ് ബോട്ടിൽസ് എടുക്കുക, ഒഴിച്ച് കളയുക. ഒരു ഫാക്ടറി ഓണർ എന്ന നിലയിൽ കുറച്ചെങ്കിലും മര്യാദയെങ്കിലും നെവിൻ കാണിക്കുക, അതൊന്നും കാണിച്ചിട്ടില്ല. അപ്പൊ അനീഷേട്ടൻ വളരെ വ്യക്തമായിട്ട് ആള് അടിപൊളിയായിട്ട് നിന്നിരുന്നു. ആ ഭാഗം സെറ്റാണ്. പക്ഷെ ഇന്നത്തെ എപ്പിസോഡിൽ അല്ലെ ഇന്നത്തെ ഡേ 2 സെക്കൻഡ് ഡേയിൽ അനീഷന്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഭയങ്കര മോശമായിരുന്നു. കാര്യം എല്ലാം ഓക്കെയാണ്, നന്നായി ചെയ്തു, അവിടെ ചെന്നു. ക്വാളിറ്റി ചെക്കേഴ്സ് റിജക്ട് ചെയ്തപ്പോൾ ഇന്ന് റിജക്ട് ചെയ്തതിന് ഒരു വാലിഡ് റീസൺ ഉണ്ട്. ഇന്നലെയും റീസൺ ഉണ്ട്, കറക്റ്റ് റീസൺസ് വെച്ച് തന്നെയാണ് ക്വാളിറ്റി ചെക്കേഴ്സ് റിജക്ട് ചെയ്യുന്നത്. ഇന്നത്തെ റീസൺ അതിനകത്തൊരു മുടി കിടന്നു. സ്വാഭാവികമായിട്ട് അനുമോള് പറഞ്ഞു ഒരു മുടി ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഒരു മുടി കടന്നാൽ ഈ മൊത്തം വെള്ളം നിങ്ങൾ ഒന്നിച്ചല്ലേ കളക്ട് ചെയ്ത്, അതുകൊണ്ട് ഫുൾ സാധനങ്ങൾ റിജക്ട് ചെയ്യുന്നു. അത് വളരെ കറക്റ്റ് ആണ്. അതങ്ങനെയാണ്. നമ്മളിപ്പോ ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ചു, നമ്മൾ കഴിക്കുന്ന ഏതെങ്കിലും ഒരു ആഹാരത്തിൽ ഒരു മുടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സമ്മതിക്കുമോ? നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടിയാൽ നമ്മൾ അത് ഓക്കെ, അത് അഡ്ജസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ചോ നമ്മൾ കഴിക്കുമായിരിക്കും. പക്ഷെ വെളിയിൽ നിന്ന് കിട്ടിയാൽ മറ്റൊരാളുടെ മുടി അതിനകത്ത് വീഴാൻ നമ്മളത് ആക്സെപ്റ്റ് ചെയ്യില്ല. ഒരു ഹോട്ടലിലാണെങ്കിലും നമ്മളത് ആക്സെപ്റ്റ് ചെയ്യില്ല. ക്വാളിറ്റി ചെക്കേഴ്സ് ആണെങ്കിലും അത് ആക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു മുടി കിട്ടി അതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. അവിടെ കിടന്ന് ഓവർ ഷോ ഇറക്കിയത് സത്യം പറഞ്ഞാൽ ഭയങ്കര അലമ്പായി പോയി, ഭയങ്കര ബോറായി പോകുന്നത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്.